ആർക്കാ നഷ്ടം? പ്രാർത്ഥന മോളുടെ കാര്യം പറയുമ്പോ വേറെ ഒന്നും കൂടി ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് മോൾക്കെതിരെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അല്ല, മല്ലിക പറയാനുള്ളത്? പ്രാർത്ഥന തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ അവള് ക്ഷീണിച്ചപ്പോ ഇങ്ങനെ കൊച്ചിനെന്തോ പറ്റി അങ്ങനെ ഇങ്ങനെ മറ്റത്. ഇതേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ വെയിങ് മെഷീൻ നോക്കുമ്പോൾ 1 കിലോ കൂടിയാൽ ഇവര് ജിമ്മിൽ പോക്ക്, അത് വയസ്സ് 16 17 ആണെന്നൊന്നും അവര് നോക്കുന്നില്ല. അപ്പൊ ഒരു ഭാഗം പറഞ്ഞ എന്താ, ഇപ്പോഴേ പോണം, പഠിക്കണം. കണ്ടോ, ചേച്ചിക്കൊക്കെ അങ്ങനെ പോകാത്തോണ്ടുള്ള കുഴപ്പമാണെന്ന് നമ്മളെ പറയും. അവര് പോയി അവര് വെയിറ്റ് കുറയ്ക്കുന്നു, അങ്ങനെ ഇതിന്റെ കൂടെ പഠിത്തമുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞു, മോളെ ഈ പഠിത്തവും എന്തെങ്കിലും ഈ ബാംഗ്ലൂരിലൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഫുഡല്ലേ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലോ. കോളേജിനകത്ത് തന്നെയാണ് ഗേൾസിന്റെ ഹോസ്റ്റലൊക്കെ അവിടെ. അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ വരുമ്പോ മോക്കൊരു ക്ഷീണമാണ്. ആ ക്ഷീണം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്തില്ല. ഞാനിപ്പോ കറക്റ്റായിട്ട് ജിമ്മിലൊക്കെ പോവാം, എനിക്ക് വെയിറ്റ് ഒക്കെ 2-3 കിലോ കുറഞ്ഞു. എന്നാലും അവൾ എന്നും പാടുന്നുണ്ട്, എന്നും പിയാനോ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അവക്ക് ഇങ്ങനത്തെ പറച്ചിലുകളൊന്നും ഏശാത്ത, അത് പറയട്ടോ, മസാലയില്ലാതെ അവരുടെ ഒരു ഇഷ്ടം. അതുപോലെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, അത് പ്രാർത്ഥനയെ ആർക്കും അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ആ കുട്ടിയോടെ കാണുന്നില്ല. 10-16 വയസ്സ് കഴിഞ്ഞ്